ആലുവയിൽ 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുട്ടിയെ കൊലപ്പെടുത്തിയ അമ്മയെ പോക്സോ കേസിൽ പ്രതിയായ സഹോദരനൊപ്പം ഇരുത്തിയായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യുക എന്നും വളരെ സുപ്രധാനമായ ഒരു കാര്യമായി മാറി. പോക്സോ കേസിൽ പ്രതിയായ സഹോദരൻ നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ ഇന്ന് ഉച്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യൽ നടക്കുക. കൊലപ്പെടുത്തും മുമ്പ് കഴിഞ്ഞ ഒരു വർഷമായി പിതാവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നത്. ഇക്കാര്യം കുട്ടിയുടെ അമ്മ അറിഞ്ഞിരുന്നതായി പോലീസ് പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തനിക്ക് അറിയില്ല എന്ന് അമ്മയും കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് പ്രതിയായ സഹോദരനും മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്തൃ വീട്ടിലെ ഒറ്റപ്പെടലിനെ തുടർന്നാണ് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായ വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ എറണാകുളം ചെങ്ങമനാട് പോലീസ് യുവതിയുമായി തെളിവെടുപ്പ് നടത്തി. ആദ്യം മൂഴിക്കുളം ജംഗ്ഷനിൽ എത്തിച്ചു. കുഞ്ഞിനെ ഒക്കത്തെടുത്ത് 100 മീറ്റർ അകലെയുള്ള പാലത്തിലേക്ക് നടന്നു പോയത് വാഹനത്തിലിരുന്ന് കാണിച്ചു കൊടുത്തു. തുടർന്ന് പ്രതിയായ അമ്മയെ പാലത്തിലേക്ക് കൊണ്ടുവന്നു. പാലത്തിന്റെ നടുവിൽ വെച്ച് ചാലക്കുടി പുഴയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് യുവതി പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടിനെ നടുക്കിയ കൊലപാതകം ഇപ്പോൾ വലിയ വഴിത്തിരിവിലേക്കാണ് എത്തിയത്. പ്രതിയായ അമ്മയും കുട്ടിയെ പീഡിപ്പിച്ച പിതാവിന്റെ സഹോദരനും ഏതെല്ലാം രീതിയിൽ കുട്ടിയെ മാനസികമായി ചൂഷണം ചെയ്തു എന്നുള്ളത് ഇനി പോലീസ് വിശദീകരിക്കും. പീഡനത്തിൽ അമ്മയ്ക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതും പോലീസ് വിലയിരുത്തുന്നുണ്ട്. അമ്മ ഇത്രത്തോളം ക്രൂരമായി കുട്ടിയെ അതിക്രമിച്ചതിന്റെ കാരണം എന്താണെന്നും അതുപോലെ തന്നെ ഇത് കൊലപാതകത്തിലേക്ക് എത്തിയത് ആരുടെ പ്ലാനാണ് എന്നുള്ളതടക്കം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഭർത്താവിന്റെ സഹോദരനും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയും ഒത്തുചേർന്നാണോ കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമാക്കിയത് എന്നുള്ളതടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തു തന്നെയായാലും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കാണിച്ച അമ്മയുടെ ക്രൂരത കേരളക്കരയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഞെട്ടലിന്റെ ബാക്കി പത്രികയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനേക്കാൾ വലിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. കുട്ടി വർഷങ്ങളേറെയായി പലവട്ടം പീഡനത്തിന് ഇരയായി എന്നുള്ള വിഷമകരമായ ഒരു കാര്യമായിരുന്നു അന്ന് കേരളക്കര അറിഞ്ഞത്. ഈ ഒരു കേസിൽ എന്താണ് വഴിത്തിരിവാകുന്നത് എന്നടക്കം ഇപ്പോൾ പോലീസ് ചർച്ച ചെയ്യുകയാണ്. എന്തായാലും പ്രതികൾക്ക് കർശനമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.